സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എൻഎസ് അക്കാഡമിയുടെ ഇന്നത്തെ സെഷനിലേക്ക്. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. സോ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൊഡ്യൂൾ കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ ആണെന്നുള്ളത്. സോ നമുക്ക് ക്വസ്റ്റിലേക്ക് പോകാം. സോ ഒന്നാമത്തെ മൊഡ്യൂളിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഒരു 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് അതിനകത്ത് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ അത് ബേസിക്കലി അത് സേഫ്റ്റി അല്ലെങ്കിൽ ഹെൽത്ത് ആൻഡ് ഒക്കുപേഷണൽ സേഫ്റ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത്. സോ മൊഡ്യൂൾ 2 എന്ന് പറയുന്ന ജോയിനിങ് പ്രോസസ് ആണ്. ജോയിനിങ് മെത്തേഡ്സിനകത്ത് നമ്മൾ വെൽഡിങ്, ബ്രേസിംഗ്, സോൾഡറിംഗ് മെത്തേഡ്സിനാണ് നമ്മളത് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റിലേക്ക് പോകാം. സോ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഓഫ് ഫൈബർ സിസ്റ്റം? ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. റീസെന്റ് നടന്ന ഒരു കേരള PSC എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻ ആണിത്. സോ അതിനകത്ത് വന്നിട്ടുള്ള ഒക്കുപേഷൻ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ചോദ്യമാണ്. ഓപ്ഷൻ എ ആണോ? ഇൻക്രീസിംഗ് ദ പ്രൊഡക്ടിവിറ്റി ഇൻക്ലൂഡ് ദ ബെനിഫിറ്റ് ഓഫ് ഫൈബർ സിസ്റ്റം. ഓക്കെ, ഫൈബർ സിസ്റ്റം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഫൈബേഴ്സ് കോൺസെപ്റ്റ്. അപ്പം സിറി, സെയ്റ്റൺ, സീസോ, എസ്സുകൾ ചേരുന്ന ഒരു സിസ്റ്റം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ബെനിഫിറ്റ്, അതിന്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടല്ലോ. നമ്മൾ ഫൈബർ സിസ്റ്റം അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ടൊയോട്ടോ ആണ് അല്ലെ, നമ്മുടെ ജപ്പാനിലെ ടൊയോട്ടോ കമ്പനിയാണ് ഇത് ആദ്യമായിട്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, ഫൈബർ സിസ്റ്റം. അപ്പൊ അത് അതിന്റെ എന്താണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്ത അല്ലാത്ത ബെനിഫിറ്റ് ഏതെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ പറയുന്നത് ഇൻക്രീസിംഗ് ദ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ എന്നുള്ളതാണ്. സോ അത് അതിന്റെ ഒരു ബെനിഫിറ്റ് തന്നെയാണ്. അതായത് സ്ക്രാപ്പ് അല്ലെങ്കിൽ റീവർക്ക് എന്നൊക്കെ നമുക്ക് പറയാം. സ്ക്രാപ്പ് അല്ലെങ്കിൽ റീവർക്ക് അല്ലെങ്കിൽ റിഡക്ഷൻ ഇൻ കോസ്റ്റ് അല്ലെ, ചിലവ് അല്ലെ, കോസ്റ്റ് റിഡക്ഷൻ വേണം. ഇൻക്രീസിംഗ് ദ ക്വാളിറ്റി. അപ്പൊ ഇവിടെ ഉത്തരം എന്തായിരിക്കും വരുന്നുണ്ടാവുക? ക്വസ്റ്റ്യൻ കണ്ടിരുന്നോ ആരെങ്കിലും? റൈറ്റ് ആൻസർ ആണ്. അപ്പം ഓപ്ഷൻ ബി ആണ് അല്ലെ, റിഡക്ഷൻ ഇൻ സ്ക്രാപ്പ് ആണ്. റിഡക്ഷൻ ഇൻ സ്ക്രാപ്പ് എന്ന് പറയുന്ന ഒരു ബെനിഫിറ്റ് അല്ല. എവിടെ ആ ഫൈബേഴ്സുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ സ്ക്രാപ്പ് റിഡക്ഷൻ എന്ന് പറയുന്നത് അതിന്റെ ഒരു ബെനിഫിറ്റ് അല്ല എന്നുള്ളത് ഓർത്തിരിക്കാം. നമ്മളുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊരു ചോദ്യം: വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സെയ്റ്റൺ ഇൻ ഫൈബേഴ്സ് ഓഫ് ജാപ്പനീസ് മെത്തഡോളജി? സെയ്റ്റൺ എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഉണ്ട്, ജാപ്പനീസ് വേർഡ് ഉണ്ട് അല്ലെ. അപ്പം സിറി, സെയ്റ്റൺ, സീസോ, സെയ്റ്റേറ്റ്സു, ഷിറ്റ്സുഗെ, അങ്ങനെ 5 എസ് ആണ് അവിടെ വരുന്നത്, ജാപ്പനീസ് വേർഡ്. അതിനകത്ത് ഓരോന്നിനും ഓരോരോ അർത്ഥങ്ങളുണ്ട്. അപ്പൊ ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് സെറ്റ് ആണ്, ഓപ്ഷൻ ബി സോർട്ട്, ഓപ്ഷൻ സി ഷൈൻ, ഓപ്ഷൻ ഡി സസ്റ്റെയിൻ. ഏതായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി. ഗസ് ചെയ്തോളൂ. സൂരജ് സാറേ, ഇത് കാണാൻ പറ്റും. സൂരജ് സാറേ, ഹലോ. പറഞ്ഞോളൂ. കാണാൻ പറ്റുന്നില്ലേ? സൂരജ് സാറേ കേൾക്കാമോ? കേൾക്കാം സാറേ, പറഞ്ഞോളൂ സാറേ. 2 പ്രശ്നം. ഒന്ന്, വോയിസ് കട്ട് ആവുന്നുണ്ട്. രണ്ടാമത്, ഇപ്പം സാർ ഈ ക്വസ്റ്റ്യൻ മാറ്റിയപ്പോഴത്തേക്കിനെ സ്ലൈഡ് ചേഞ്ച് ആയിട്ടില്ല. പിന്നെ ചിലർക്ക് ബ്ലാങ്ക് ആയിട്ടും ഒക്കെ ആയിരിക്കും കാണുന്നത്. എന്തോ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. സൗണ്ടും വോയിസും കട്ട് ആവുന്നുണ്ട്. എല്ലാവർക്കും അതിനാണ് തോന്നുന്നു. ഒരു നിമിഷം സാറേ. കേൾക്കാവോ സാറേ? സാറേ കേൾക്കാം. ഇതൊന്ന് സ്ലൈഡ് ഒന്ന് ചേഞ്ച് ചെയ്യാമോ? സ്ലൈഡിന്റെ ആണല്ലേ. ആർക്കും ചേഞ്ച് ആവുന്നില്ലല്ലോ അല്ലേ? ഇപ്പൊ കാണാം. സാർ ഒന്നുകൂടെ ഒന്ന് ചേഞ്ച് ചെയ്യാമോ? ഡിലേ ഉണ്ടോ? ചേഞ്ച് ആയിട്ടുണ്ടോ സാറേ? സാറേ ഉണ്ട്, ചേഞ്ച് ആയിട്ടുണ്ട്. വോയിസും ഓക്കെ ആണെന്ന് തോന്നുന്നല്ലേ? ഇപ്പൊ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? സാറേ ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ വായിക്കാമോ? വായിക്കാം. ചോദ്യം ഇതാണ്: വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സെയ്റ്റൺ ഇൻ ഫൈബേഴ്സ് ഓഫ് ജാപ്പനീസ് മെത്തഡോളജി? ഓഡിബിൾ ആണോ? ഓക്കെ. അപ്പോ നമ്മൾ നേരത്തെ കണ്ടത് എന്താണ്? ഫൈബേഴ്സിന്റെ ഒരു ബെനിഫിറ്റ് അല്ലാത്തത് ഏതാണെന്നുള്ളതാണ് കണ്ടത് അല്ലെ. ബെനിഫിറ്റ് അല്ലാത്തത് എന്താണ്? സ്ക്രാപ്പ് ആണ് അല്ലെ. ഈ പറയുന്ന രീതിയിൽ റീവർക്ക് അല്ലെങ്കിൽ സ്ക്രാപ്പ് എന്ന റിഡക്ഷൻ ഓഫ് സ്ക്രാപ്പ് അല്ലെങ്കിൽ റീവർക്ക് എന്ന് പറയുന്ന എന്തിന്റെ ഒരു ബെനിഫിറ്റ് അല്ല, ഫൈബേഴ്സിന്റെ ഒരു ബെനിഫിറ്റ് അല്ല. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ,
അപ്പോൾ മറ്റൊരു ചോദ്യം വന്നിരുന്നത് എന്താണ്? അതുമായി ബന്ധപ്പെട്ട് ഫൈവേഴ്സുമായി ബന്ധപ്പെട്ട് തന്നെ വന്നിട്ടുള്ള ചോദ്യം, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സേറ്റൺ ഇൻ 5S ജാപ്പനീസ് മെത്തഡോളജി? അപ്പൊ നമുക്ക് അറിയാം, ഈ പറയുന്ന 5 എസ്സുകൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ കണ്ട എന്താണ്? സിറി, സെയ്റ്റൻ, സീസോ, സെയ്റ്റ് കേഴ്സു, ഷിറ്റ്സുഗെ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ 5 എസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ഇവിടെ ആ ഒരു ഓരോ വേർഡിനും, ഓരോ ജാപ്പനീസ് വേർഡിനും എന്തുണ്ട്? കറസ്പോണ്ടിങ് ഒരു മീനിങ് ഉണ്ട് അല്ലെ. അപ്പൊ അതിനകത്ത് ഏതാണ് സേറ്റൺ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് സെറ്റ് ആണ്, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് സോർട്ട്, ഓപ്ഷൻ സി ഷൈൻ, ഓപ്ഷൻ ഡി സസ്റ്റെയിൻ. ഏതായിരിക്കും ഉത്തരം വരുന്നുണ്ടാവുക? സെറ്റ്. അപ്പൊ ആദ്യം നമ്മൾ ഈ പറഞ്ഞ കറക്റ്റ് ആണ്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് എന്തായിരിക്കും? സെറ്റ് ആണ് ഉത്തരം വരുന്നുണ്ടാവുക അല്ലെ. സോ അത് ആദ്യം നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ സോർട്ട് ചെയ്യൂ, ദെൻ സെറ്റ് ചെയ്തതിനു ശേഷം അതിനുശേഷം എന്താണ്? സീസോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഷൈൻ ആണ് അല്ലെങ്കിൽ ക്ലീൻ ആണ്. ദെൻ സെയ്റ്റ്കേറ്റ്സു, ഷിറ്റ്സുഗെ. സെയ്റ്റ്കേറ്റ്സു എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡർഡൈസ് ചെയ്യുക, ഷിറ്റ്സുഗെ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ഓർഡർ നമ്മൾ ഒരു ഐഡിയ നമുക്ക് വേണം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഓൾറെഡി 5S കോൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സിറി എന്ന് പറഞ്ഞാൽ സോർട്ട്, സെയ്റ്റൺ ആണ് ഇന്നത്തെ നമ്മുടെ ചോദ്യം വന്നത്. അപ്പോൾ അത് സെറ്റ് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞ സെറ്റ് എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. സെയ്റ്റൺ എന്ന് പറയുന്നത്. സീസോ എന്ന് പറഞ്ഞാൽ ഷൈൻ ആണ്. ഓപ്ഷൻ അല്ലെങ്കിൽ സെയ്റ്റ്കേറ്റ്സു എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡർഡൈസ് ചെയ്യുക എന്നുള്ളതാണ്. ലാസ്റ്റ് വൺ ഷിറ്റ്സുഗെ എന്ന് പറഞ്ഞാൽ എന്താണത്? അത് സസ്റ്റെയിൻ ചെയ്ത് പോവുക, മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ആ ഒരു 5S കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഐഡിയ നമുക്ക് വേണം ഇതുമായി ബന്ധപ്പെട്ട്. മറ്റൊരു ക്വസ്റ്റിലേക്ക് പോവാം. സ്ലൈഡ് മാറുന്നുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. സോ ഇവിടെയും അതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യം, 5S കോൺസെപ്റ്റിനകത്ത് 5S എന്താണ്? അതിന്റെ 5S എന്തിനെ സ്റ്റാൻഡ് ചെയ്യുന്നു? അതിന്റെ ഓർഡറിൽ എങ്ങനെയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ നോക്കി ഇവിടെ ഏതായിരിക്കും വരുന്നുണ്ടാവുക? പെട്ടെന്ന് പറഞ്ഞേ. ഓൾറെഡി നമ്മളിപ്പോ പറഞ്ഞല്ലോ. ഓപ്ഷൻ സി പറയാം അല്ലെ. സോർട്ട്, സെറ്റ്, ഷൈന്, സ്റ്റാൻഡർഡൈസ്, സസ്റ്റെയിൻ. സംശയമൊന്നും വേണ്ട. ഓക്കെ, അതും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, പ്രീവിയസ് ഇയർ ആണ്, ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് അത്യാവശ്യം ഒരു ഐഡിയ നമുക്ക് വേണം. ആ ഒരു ടോപ്പിക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഇഫ് ദ ഹേർട്ട് ഈസ് ബീറ്റിംഗ് ആൻഡ് എ പൾസ് ഈസ് ഫെൽറ്റ് അല്ലെ. ഹേർട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്, പൾസ് കാണപ്പെടുന്നുണ്ട്, ഓക്കെയാണ്. കണ്ടിന്യൂ ടു ഗീവ് ഇൻഫ്ലേഷൻ അറ്റ് എ റേറ്റ് ഓഫ് ഡാഷ് പെർ മിനിറ്റ് അൺടിൽ നാച്ചുറൽ ബ്രീത്തിങ് ഈസ് റെസ്റ്റോർഡ്. യെസ്, ഓപ്ഷൻ സി തന്നെയാണ്. ഓപ്ഷൻ സി തന്നെയാണ്. 12 to 16 ടൈംസ് ആണ് അല്ലെ. 12 മുതൽ 16 ടൈംസ് ആണ് നമുക്ക് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. അപ്പൊ ഹേർട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്, പൾസ് ഓക്കെയാണ്. അപ്പം എന്താണ് നമുക്ക് ആ ഒരു CPR കൊടുക്കുന്ന ഇൻഫ്ലേഷൻ നമ്മുടെ ആ റേറ്റ് എത്ര? 12 മുതൽ 16 ടൈംസ് പെർ മിനിറ്റ് നാച്ചുറൽ ആയിട്ട് ബ്രീത്തിങ് നമുക്ക് റിസ്റ്റോർ ചെയ്യപ്പെടണം എന്നുള്ളത് ഓർത്തിരിക്കാം. സോ 12 മുതൽ 16 ആണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഇതൊരു ഡേറ്റ പറയുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, മറ്റൊരു ക്വസ്റ്റിലേക്ക് പോവാം. Cement bags are stacked properly on the dash placed on the floor. Wooden planks. ഓപ്ഷൻ റൈറ്റ് ആൻസർ ആണ്. ഓപ്ഷൻ ബി തന്നെയാണ്, സംശയമൊന്നും വേണ്ട. ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ഇത്തരത്തില് എന്താണ് സിമെന്റ് ബാഗുകൾ നമ്മൾ സ്റ്റാക്ക് ചെയ്ത് അല്ലെ. സ്റ്റാക്ക് ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ്? കൂട്ടി വെക്കുക അല്ലെ. സ്റ്റാക്ക് ചെയ്ത് പ്രോപ്പർലി എങ്ങനെയാണ്? നമ്മൾ ഒരു വുഡൻ ബ്ലാങ്ക് നമ്മൾ ഇടുന്നുണ്ടാവും അല്ലെ. വുഡൻ ബ്ലാങ്ക് ഇട്ടതിന് ശേഷം അതിന്റെ പുറത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? സിമെന്റ് സ്റ്റാക്ക് ചെയ്ത് വെക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു വോളിൽ നിന്നും, നമ്മുടെ വോള് കൺസ്ട്രക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വോളിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടായിരിക്കണം നമ്മൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? 0.5 meter. യെസ്, 0.5 meter എന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പൊ ഇത് നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടൊന്ന് മനസ്സിലാക്കിയിരിക്കും. നമ്മുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് സേഫ്റ്റി ഓഫ് മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു പറയുന്നു എന്താണ്? ദാറ്റ് ഈസ് പ്രൊവൈഡ് സഫിഷ്യന്റ് സ്പേസ് അറൌണ്ട് 0.5 meter away from the wall and place cement bag അല്ലെ. സിമെന്റ് ബാഗ് നമ്മൾ കട്ട പിടിക്കാതെ നമുക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് സ്റ്റോർ ചെയ്യണം അല്ലെ, കീപ്പ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് 0.5 meter നമ്മൾ ആ ഒരു എന്താണ് സ്പേസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം വോളിൽ നിന്നും ഭിത്തിയിൽ നിന്നും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, സിമെന്റ് ബാഗ്സ് ആർ സ്റ്റാക്ക്ഡ് പ്രോപ്പർലി ഓൺ ദ വുഡൻ പ്ലാങ്ക്സ്. ഇതാണ് നമ്മുടെ ചോദ്യം വന്നത്. വുഡൻ പ്ലാങ്ക്സ് അല്ലെ. ഈ പറഞ്ഞ രീതിയിൽ പലക, വുഡൻ പ്ലാങ്ക് അല്ലെ, പലകകൾ ഉണ്ടാവും. വുഡൻ തടി കൊണ്ടുള്ള പലകകളുടെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ സിമെന്റ് ബാഗുകൾ പ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഈ 2 പോയിന്റ് ആണ് അവിടെ കൃത്യമായിട്ട് നമുക്ക് ഒരു ഐഡിയ വേണ്ടുന്നത്, ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, വോയിസും നമ്മളുടെ സ്ക്രീനും ഒക്കെ ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ ഫൈൻ. അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോവാം.
the following extinguisher is suitable for cotton or other textile material, അല്ലെങ്കിൽ textile fire. The following extinguisher, ഏത് extinguisher ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് suitable ആയിട്ടുള്ളത് for cotton or other textile fire? Water. previous year question തന്നെയാണ്. വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലാസ് എ ഫയർ അല്ലെ, ക്ലാസ് എ ഫയറിനകത്ത് വരുന്ന വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഫയർ ആണ് നമ്മൾ, അല്ലെങ്കിൽ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എക്സ്റ്റിംഗ്വിഷേഴ്സ് ആണ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? കോട്ടണ്, അതർ സോളിഡ് മെറ്റീരിയൽസ്, അല്ലെങ്കിൽ പേപ്പർ, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസിന് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഓർത്തിരിക്കാം, പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാം. വാട്ട് ഈസ് സ്മൂതറിംഗ് ഇൻ ഫയർ എക്സ്റ്റിംഗ്വിഷിംഗ്? സ്മൂതറിംഗ് ഇൻ ഫയർ എക്സ്റ്റിംഗ്വിഷിംഗ് ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. സ്മൂതറിംഗ് ഏതാണ് ഓപ്ഷൻ? ഓക്സിജൻ അല്ലെ. അതായത് സ്മൂതറിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സപ്ലൈ, ഓക്സിജന്റെ സപ്ലൈ കട്ട് ചെയ്യുന്നതിനാണ് സ്മൂതറിംഗ് എന്ന് പറയുന്നത്. അതായത് ഫയർ നമുക്ക് അണയ്ക്കണമെന്നുണ്ടെങ്കിൽ ഫയർ ട്രയാങ്കിൾ നമ്മൾ പഠിക്കുന്നുണ്ടാവും അല്ലെ. ഫയർ ട്രയാങ്കിളിനകത്ത് എന്തൊക്കെയാണുള്ളത്? നമുക്കറിയാം അത് കത്തണമെന്നുണ്ടെങ്കിൽ ഓക്സിജൻ വേണം, അല്ലെങ്കിൽ ഫ്യൂവൽ വേണം അല്ലെ. അതിനുശേഷം അതിനെന്താണ് ഒരു ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹീറ്റ് വേണം അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമുക്ക് ഒരു ഫയർ കത്തണമെന്നുണ്ടെങ്കിൽ വേണ്ടുന്നത്. അപ്പൊ ഓരോന്നും നമ്മൾ ക്യാൻസൽ ചെയ്യുന്നതിനനുസരിച്ച് അല്ലെ, ഈ പറഞ്ഞതിൽ അതിനകത്ത് നിന്ന് ഓക്സിജൻ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു? ഇത്തരത്തിൽ സ്മൂതറിംഗ് എന്ന് പറയുന്നു. ഫ്യൂവലാണ് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്റ്റാർവിംഗ് എന്ന് പറയുന്നു. ഹീറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറയ്ക്കുന്നതിനെ നമ്മൾ കൂളിംഗ് എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ 3 കാര്യങ്ങൾ, ഒരു ഐഡിയ നമുക്ക് വേണം. അപ്പൊ ഇവിടെ സ്മൂതറിംഗ് എന്നുള്ള ഒരു ടോപ്പിക് പോയിന്റ് ആണ് ഇത് ചോദിച്ചത്. അപ്പം എന്താണ്? സ്റ്റോപ്പ് ദ സപ്ലൈ ഓഫ് ഓക്സിജൻ ആണെന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളിപ്പോ പറഞ്ഞ കാര്യം തന്നെയാണ് സ്റ്റാർവിംഗ്, സ്മൂതറിംഗ്, കൂളിംഗ് അല്ലെ. സ്റ്റാർവിംഗ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളിപ്പോ പറഞ്ഞ പോലെ ഫ്യൂവൽ ആണ്. ഫ്യൂവൽ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാർവിംഗ് വരും. അതുപോലെ തന്നെ സ്മൂതറിംഗ് എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് സഹായിക്കുന്ന ഓക്സിജൻ നമ്മൾ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്മൂതറിംഗ് ആണ്. അല്ലെങ്കിൽ കൂളിംഗ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ പറഞ്ഞതിൽ ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂളിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഒരു ഐഡിയ നമുക്ക് വേണം. മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാം. ആഫ്റ്റർ എസ്റ്റാബ്ലിഷിംഗ് ദാറ്റ് ദ വിക്ടിം ഈസ് ബ്രീതിങ് ആൻഡ് ഹാസ് എ പൾസ്, നെക്സ്റ്റ് പ്രയോറിറ്റി ഷുഡ് ബി ഡാഷ്. ഒരാള് ഒരു ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ ഒരാൾ ഒരു ആക്സിഡന്റ് പെട്ട് കിടക്കുകയാണ്. അപ്പൊ ആള് ബ്രീത്ത് ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ ഡി, ഓപ്ഷൻ സി ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ. പറയാം. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഇവിടെ. ശ്രദ്ധിക്കുക, ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ നമുക്ക് അവിടെ നിർത്താം. ഓക്കെ, റെസ്പിറേഷൻ നമുക്ക് നോക്കാം. ഓക്കെ, എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ശ്രദ്ധിച്ച എല്ലാവരും, ദാറ്റ് ഈസ് ഇവിടെ എന്താണ്? എസ്റ്റാബ്ലിഷിംഗ് ദാറ്റ് ദ വിക്ടിം ഈസ് ബ്രീതിങ്. അവിടെ ആളെന്ത്? നമ്മുടെ ആ വിക്ടിം എന്ന് പറഞ്ഞാൽ ആ ഒരു ആക്സിഡന്റിൽ പെട്ട് കിടക്കുന്ന ആളെന്താണ്? ബ്രീത്തിങ് ചെയ്യുന്നുണ്ട്. വിക്ടിം ഈസ് ബ്രീത്തിങ്, സംശയമൊന്നുമില്ല. അപ്പോ അയാൾ ബ്രീത്തിങ് ചെയ്യുന്ന സമയത്ത് ഇനിയിപ്പോ നമുക്ക് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കേണ്ട കാര്യമുണ്ടോ? അവിടെ നമുക്ക് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. ഓൾറെഡി ആൾ ബ്രീത്തിങ് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ പൾസും ഉണ്ട്. ഓക്കെ, ആൾക്ക് പൾസും ഉണ്ട്, ബ്രീത്തിങ്ങും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അടുത്ത പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത് എന്തായിരിക്കും? ആൾക്ക് എന്തെങ്കിലും ബ്ലീഡിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മൂന്നാമതായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ശ്രദ്ധിക്കുക. ആഫ്റ്റർ എസ്റ്റാബ്ലിഷിംഗ് ദാറ്റ് ദ വിക്ടിം ഈസ് ബ്രീത്തിങ്, ആ ഒരു വിക്ടിമിന് ബ്രീത്തിങ് നടക്കുന്നുണ്ട്, ശ്വാസം എടുക്കുന്നുണ്ട് ആള്, പക്ഷെ അയാൾക്ക് പൾസും ഒക്കെയാണ്. അപ്പോൾ ആൾക്ക് അവിടെ മുറിവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ബ്ലീഡിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ നെക്സ്റ്റ് പ്രയോറിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നെക്സ്റ്റ് പ്രയോറിറ്റി ഷുഡ് ബി ഗിവൺ എന്താണ്? കൺട്രോളിങ് എനി ബ്ലീഡിങ്. എന്തെങ്കിലും ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ ചോര വാർന്നു പോവുക അല്ലെ, മുറിവ് വന്നിട്ട് ചോര പുറത്തേക്ക് പോവുക, ബ്ലീഡിങ്. അപ്പം ബ്ലീഡിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുക. കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക? നമ്മൾ അവിടെ പ്രഷറൈസ് ചെയ്ത് നമ്മൾ പിടിക്കുന്നുണ്ടാവും അല്ലെ. അല്ലെങ്കിൽ നമ്മൾ ടൈറ്റ് ആയിട്ട് എന്തെങ്കിലും എന്താണ് കെട്ടിയതിന് ശേഷം ടൈറ്റ് ആയിട്ട് കെട്ടിയതിനു ശേഷം ഒന്ന് പ്രഷറൈസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അത് ആ ബ്ലീഡിങ് നിർത്തുന്നുണ്ടായിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? ആ സി പറഞ്ഞ അദ്ദേഹത്തിന് ക്ലിയർ ആയോ? ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ അല്ല, കൺട്രോളിങ് എനി ബ്ലീഡിംഗ് ആണ് കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ, ഫൈൻ. അപ്പൊ അതൊന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പം ഇവിടെ വിക്ടിം ഓൾറെഡി ബ്രീത്തിങ് ആണ്. അപ്പൊ ആ ബ്രീത്തിങ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോ ആർട്ടിഫിഷ്യൽ ആയിട്ട് CPR ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല ശരിക്കും. അപ്പൊ അത് അടുത്ത് നോക്കേണ്ടത് നമ്മളുടെ ആ ഒരു ബ്ലീഡിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പ്രയോറിറ്റി. അപ്പൊ അത് മനസ്സിലാക്കി കേട്ടോ. ഫൈൻ. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. വിയർ സേഫ്റ്റി ഷൂസ് ഓർ ബൂട്ട്സ് ഈസ് കംസ് അണ്ടർ വിച്ച് സേഫ്റ്റി? ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. പല എക്സാമ്പിൾക്കായിട്ട് പല ഡിപ്പാർട്ട്മെന്റുകളിൽ ചോദിച്ചിട്ടുള്ളതാണ്.
ചിലത് സിവിലിൽ ചോദിച്ചിട്ടുള്ളതുണ്ട്, മെക്കാനിക്കലിൽ ചോദിച്ചിട്ടുള്ളതുണ്ട്. അപ്പൊ ഇവിടെ സേഫ്റ്റി ഷൂസ് ആൻഡ് ബൂട്ട്സ് ഈസ് കംസ് അണ്ടർ വിച്ച് സേഫ്റ്റി, ഏത് സേഫ്റ്റിയിലാണ് ഈ പറയുന്ന സേഫ്റ്റി ഷൂസും ബൂട്ട്സും വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ പേഴ്സണൽ സേഫ്റ്റി, ഓപ്ഷൻ ബി ജനറൽ സേഫ്റ്റി, ഓപ്ഷൻ സി മെഷീൻ സേഫ്റ്റി, ഓപ്ഷൻ ഡി എൻവയോൺമെന്റൽ സേഫ്റ്റി. ഓപ്ഷൻ എ പേഴ്സണൽ സേഫ്റ്റി. സംശയമൊന്നും വേണ്ട, നമ്മളുടെ PPE പഠിച്ചിട്ടുണ്ട് അല്ലെ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സിനകത്താണ് ഇത്തരത്തിൽ എന്ത് വരുന്നുണ്ടാവുക, ഈ ഗം ബൂട്ട്സ് അല്ലെങ്കിൽ സേഫ്റ്റി ഷൂസ് ഒക്കെ വരുന്നുണ്ടാവുക. അപ്പൊ ഓപ്ഷൻ എ തന്നെയാണ്, സംശയമൊന്നും വേണ്ട, പേഴ്സണൽ സേഫ്റ്റി തന്നെയാണ് നമ്മളുടെ ഉത്തരം വരുന്നുണ്ടാവുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇതാണ്, അക്കോർഡിംഗ് ടു പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ദ ഐസ് ആൻഡ് ഫേസ് പ്രൊട്ടക്ഷൻ കംസ് അണ്ടർ. അപ്പൊ BIS സ്റ്റാൻഡേർഡ് പ്രകാരം, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് BIS പ്രകാരം നമ്മൾ ഈ പറയുന്ന പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനകത്ത് ഐസ് ആൻഡ് ഫേസ് പ്രൊട്ടക്ഷൻ കംസ് അണ്ടർ ഏതാണെന്നുള്ളതാണ് ചോദ്യം. PP1, PP3, PP5. PP5 സംശയമൊന്നും വേണ്ട അല്ലെ. അപ്പൊ PP5 ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക, PP5. ഓക്കെ, PP5 തന്നെയാണ് അപ്പൊ അതൊന്ന് ഓർത്തിരിക്കാൻ മതി. അതായത് 8 PPE സ്റ്റാൻഡേർഡുകളാണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്ന ഹെൽമെറ്റ് ആണ്. ഒന്നാമത് എന്ന് പറയുമ്പോൾ എന്താണ്, ഇത് നമ്മളുടെ ഒന്നാണ് അല്ലെ, ഹെൽമെറ്റ് ആണ്. ഒന്ന് കഴിഞ്ഞ് നേരെ താഴെ പോകണം. രണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്, സേഫ്റ്റി ഷൂ ആണ്. ഓക്കെ, മൂന്നെന്ന് പറയുന്നത് റെസ്പിറേറ്ററി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ആണ്. ഈ പറഞ്ഞ രീതിയിൽ മാസ്ക് അങ്ങനെയൊക്കെ എന്തുണ്ടെങ്കിൽ അത് മൂന്നായിട്ട് വരും അല്ലെ, മൂന്നായിട്ട് വരുന്നുണ്ടാവും. ദെൻ ആംസ് അല്ലെ, 4 ആംസ് നമ്മൾ പറയാറില്ലേ, 4 ആംസ്. അപ്പൊ 4 ആംസ് ആണ്. ജസ്റ്റ് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്, 4 ആംസ് ആണ്. അപ്പം 4 എന്ന് പറയുന്നത് എന്താണ്, ആംസ് ആൻഡ് ഹാൻഡ് പ്രൊട്ടക്ഷൻ ആണ്. 5 എന്ന് പറയുന്നത് ഐസ് ആണ് അല്ലെ, 5 എന്ന് പറയുന്നത് ഐ ആണ്, അല്ലെങ്കിൽ ഫേസ് പ്രൊട്ടക്ഷൻ ആണ്. 6 എന്താണ്, പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്, നമ്മുടെ ഏപ്രോൺസ് ഒക്കെ ഉണ്ടല്ലോ, അത്തരത്തിലുള്ള പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് ആണ് ഉദ്ദേശിക്കുന്നത്. 7 എന്ന് പറയുന്നത് PP7 എന്ന് പറയുന്നത് ഇയർ പ്രൊട്ടക്ഷൻ ആണ്. ഇയർ ബഡ്, ഇയർ മഫിൾസ് ഒക്കെ ഉണ്ടാവും, അത് ഇയർ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് PP7 ആണ്. ഏറ്റവും അവസാനമായിട്ടുള്ളത് PP8 ആണ്. അപ്പൊ എത്ര PPE സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ 8 ആണ് ഉത്തരം. ഓക്കെ, അപ്പൊ 8 സ്റ്റാൻഡേർഡുകളാണ് PPE ഉള്ളത്. PP1 to PP8 ആണ്. അപ്പൊ അതിനകത്ത് 8ാമത്തത് സേഫ്റ്റി ബെൽറ്റ് ഹാർനസ് അല്ലെ. നമ്മൾക്ക് ഈ പറയുന്ന രീതിയിൽ ഹൈ റൈസ് ബിൽഡിങ്ങിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാർനസ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ തൂങ്ങിയൊക്കെ നിന്ന് പെയിന്റ് ഒക്കെ അടിക്കുന്ന കാണാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഹാർനസോട് നമ്മൾ എന്താണ് ഇത്തരത്തിൽ PPE ആണ്, അതൊന്ന് മനസ്സിലാക്കിയിരിക്കാം. സോ PP8 എന്ന് പറയുന്നതാണ് സേഫ്റ്റി ബെൽറ്റും ഹാർനസും. ഓക്കെ, ഇതൊരു ഐഡിയ വേണം. ഇതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ധാരാളം ചോദിച്ചു കണ്ടിട്ടുണ്ട് പല എക്സാമുകൾക്ക്. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യം, ദ 3 R to save environment R dash. 3 R അല്ലെ, 3 R's to save the environment R dash. ഏതായിരിക്കും? ഓപ്ഷൻ എ റിസർവ്, ഓപ്ഷൻ ബി റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. യെസ്, റൈറ്റ് ആൻസർ ആണ്. റിസർവ് ഒന്നും വരത്തില്ല. ഓക്കെ, അപ്പൊ എന്താണ്, റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ ആണെന്നുള്ള ഓർത്തിരിക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഇത്തരത്തില് 3 R'യുമായി ബന്ധപ്പെട്ട്. ഓക്കെ, ഫൈൻ. സോ ഇവിടെ ഓർത്തിരിക്കേണ്ടതൊന്നുമില്ല, പ്രത്യേകിച്ച് റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്നുള്ളതാണ്. റെഡ്യൂസ് ചെയ്യുക, ദാറ്റ് ഈസ് ഇവിടെ വേസ്റ്റ് ഡിസ്പോസലുമായി ബന്ധപ്പെട്ടാണ് ഈ 3 R റൂൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, വേസ്റ്റ് റിഡക്ഷൻ അല്ലെങ്കിൽ വേസ്റ്റ് ഡിസ്പോസൽ. അപ്പൊ ആദ്യം എന്താണ്, ഇത്തരത്തിലുള്ള ആവശ്യത്തിനനുസരിച്ചുള്ള മാത്രം അത് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ മെറ്റീരിയൽ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് റെഡ്യൂസ് ചെയ്യുക, ആവശ്യത്തിന് മാത്രം അത് മാനുഫാക്ചർ ചെയ്യുക. ദെൻ അതിനുശേഷം നമുക്ക് അത്യാവശ്യം വേണ്ടുന്നൊക്കെ റീയൂസ് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ വേസ്റ്റേജ് ഒക്കെ നമുക്ക് കഴിവതും റീസൈക്കിൾ ചെയ്ത് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള 3 കോൺസെപ്റ്റ് ആണ് ഈ 3 R'നകത്ത് വരുന്നത്. റെഡ്യൂസ് ചെയ്യുക, റീയൂസ് ആൻഡ് റീസൈക്കിൾ എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യം, ഇത് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് എല്ലാവർക്കും മനസ്സിലാവുന്ന, പെട്ടെന്ന് ഉത്തരം പറയാം. എന്താണ്, ആക്സിഡന്റ് ഈസ് എ ഡാഷ് ഇവന്റ്. എന്താണ്, പെട്ടെന്ന് പറഞ്ഞേ. അൺപ്ലാൻഡ് ആൻഡ് അൺഡിസൈഡ്. യെസ്, അൺപ്ലാൻഡ് ആൻഡ് അൺഡിസൈഡ് അല്ലെ, അൺപ്ലാൻഡ് ആൻഡ് അൺഡിസൈഡ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ് ആക്സിഡന്റ് എന്ന് പറയുന്നത്. റൈറ്റ് ആൻസർ. മറ്റൊരു ചോദ്യം നോക്കാം. What is the percentage of oxygen in atmospheric gas? Previous year question ആണ്. What is the percentage of oxygen in atmospheric gas? ഓപ്ഷൻ എ 78.03, 20.99, 15.88. ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി 12.41. ഓക്സിജന്റെ അളവ് എത്രയാണ് അറ്റ്മോസ്ഫിയറിൽ? ആലോചിച്ച് നോക്കി. 20.1. എത്രയാണ്?
യെസ് റൈറ്റ് ആൻസർ ആണ് 20.9 ആണ്. അപ്പൊ നമ്മൾ സാധാരണ 21% ഓക്സിജൻ എന്ന് പറയാറുണ്ട് നമ്മൾ പലപ്പോഴും അല്ലെ. അപ്പൊ 20.99% ആണെന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, അത് ഒരു ഐഡിയ നമുക്ക് വേണം. ഓക്സിജന്റെ അളവ് ഇപ്പം കത്താനൊക്കെ സഹായിക്കുന്ന ഓക്സിജൻ ആണല്ലോ. ഓക്സിജൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ ഫൈൻ. അപ്പൊ എത്രയൊക്കെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഒരു ഐഡിയ വേണം. അപ്പം 2023 അതിന്റെ സർവേ പ്രകാരം നമുക്ക് എത്രയാണ് 78.08 നൈട്രജൻ ഉണ്ട്, 20.95% ഓക്സിജൻ ഉണ്ട്, അല്ലെങ്കിൽ 21% റൗണ്ട് ചെയ്ത് 21% പഠിച്ചാലും മതി, അല്ലെങ്കിൽ 20.99 അല്ലെങ്കിൽ 95. ഓക്കെ, ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. 0.93% ആർഗൺ, 0.05% കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പം അത്രയാണ് കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നത് 0.04% ആണ്. ഓക്സിജൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ ആണെന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. ഓക്കെ, ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മളുടെ ദാറ്റ് ഈസ് വാട്ടർ വേപ്പറിന്റെ ഒരു ആവറേജ് അറൌണ്ട് 1% ഉണ്ടാവും. ഓക്കെ, സീ ലെവലിൽ എന്നുള്ളത് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ടൈപ്പ് ഓഫ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, ദാറ്റ് ഈസ് PPE, is recommended for use to handle loads with rough surface and jagged edges? ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. Which type of personal protective equipment is recommended for use to handle loads with rough surface and jagged എന്ന് വെച്ചാൽ ഇത്തരത്തിൽ എന്താണ്, ആ ഒരു സർഫസിന്റെ എൻഡൊക്കെ വളരെ എന്താണ് ഇറഗുലർ ആയിട്ടൊക്കെ ഇരിക്കുന്ന ജാഗ്ഡ് എഡ്ജസ് ഒക്കെ ഉള്ള ഒരു കമ്പോണന്റോ ഒരു വർക്ക് പീസോ അല്ലെങ്കിൽ വളരെ റഫ് ആയിട്ടുള്ള സർഫസ് ഉള്ള ഒരു വർക്ക് പീസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് PPE നമ്മൾ യൂസ് ചെയ്യണം. അപ്പം ഗ്ലൗസ് യൂസ് ചെയ്യണം എന്നുള്ളത് അറിയാം. അപ്പൊ ഗ്ലൗസിനകത്ത് തന്നെ മെറ്റീരിയൽ, ഫോർ എക്സാമ്പിൾ പേപ്പർ ഗ്ലൗ, റബ്ബർ ഗ്ലൗ, ലെതർ ഗ്ലൗ, അതുപോലെ തന്നെ പോളിത്തീൻ ഗ്ലൗ. ഏതായിരിക്കും ഉത്തരം വരിക? ഓപ്ഷൻ ബി പറഞ്ഞിട്ടുണ്ട് ഒരാള്. വേറെ ഏതാണ്? സി ആണ് ഡൗട്ട് അല്ലേ? ഓക്കെ, ശ്രദ്ധിക്കുക. ഓപ്ഷൻ ഇവിടെ ഉത്തരം വരിക ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ലെതർ ഗ്ലൗസ് ആണ് പൊതുവെ നമ്മൾ ഇത്തരത്തിലുള്ള വളരെ റഫ് ആയിട്ടുള്ള സർഫസ് അല്ലെങ്കിൽ ജാഗ്ഡ് എഡ്ജസ് ഒക്കെ നമ്മൾ ഉള്ള വർക്ക് പീസുകൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ദാറ്റ് ഈസ് ലെതർ ഗ്ലൗസ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടതുണ്ടാവുക. ഓക്കെ, അത് മനസ്സിലാക്കിയിരിക്കാം. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം വന്നിട്ടുള്ള ചോദ്യം നോക്കാം. പ്രൊട്ടക്ട് ഫ്രം ഇലക്ട്രിക് ഷോക്ക്, വിച്ച് ഡിവൈസ് ഈസ് യൂസ്ഡ്? റബ്ബർ ഹാൻഡ്. അത് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. KSEBിലെ ആൾക്കാർ ഒരു മഞ്ഞ കളറിലുള്ള എല്ലാ കളറിലുള്ള ഒരു ഗ്ലൗസ്, റബ്ബർ ഗ്ലൗസ് ഇട്ടുകൊണ്ട് പോകുന്ന കണ്ടിട്ടുണ്ടല്ലോ എല്ലാവരും. അപ്പൊ അത്തരത്തില് ഒരു റബ്ബർ ഹാൻഡ് ഗ്ലൗസ് ആണ് ഇവിടുത്തെ ഉത്തരം വരുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ ഇലക്ട്രിക് ഷോക്ക് ആണെന്നുണ്ടെങ്കിൽ അവിടെ റബ്ബർ ഹാൻഡ് ഗ്ലൗസ്, നമ്മൾ നേരത്തെ കണ്ട പോലെ വളരെ റഫ് ആയിട്ടുള്ള സർഫസ് അല്ലെങ്കിൽ ജാഗ്ഡ് എഡ്ജസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലെതർ ഹാൻഡ് ഗ്ലൗസിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ഒരു ഐഡിയ നമുക്ക് വേണം. രണ്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ മറ്റൊരു ചോദ്യം. ദ മെത്തേഡ്സ് ഓഫ് ഐഡന്റിഫിക്കേഷൻ ഓഫ് പോസിബിൾ ഹസാർഡ്സ് ആൻഡ് ദെയർ ഇഫക്റ്റ് ഓൺ ഹെൽത്ത് ഈസ് കംസ് അണ്ടർ ഡാഷ്? ഇൻഡസ്ട്രിയൽ ഹൈജീൻസ് അല്ലെങ്കിൽ ഓക്യുപ്പേഷണൽ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ഇൻഡസ്ട്രിയൽ ഹൈജീൻസ് എന്ന് പറയുന്ന ഒരു ഏരിയ വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് നിന്ന് വരാൻ സാധ്യതയുള്ളൊരു നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ന്യൂമറിക്കൽ ടെക്സ്റ്റ് ബുക്കുകളിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ എന്താണ് കുറച്ചുകൂടെ ഉള്ളിലേക്ക് പോകുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ചോദ്യം വരാൻ സാധ്യതയുള്ളത്. അപ്പൊ മെത്തേഡ്സ് ഓഫ് ഐഡന്റിഫിക്കേഷൻ ഓഫ് പോസിബിൾ ഹസാർഡ്സുമായി ബന്ധപ്പെട്ട് പോസിബിൾ ഹസാർഡ്സ് ഐഡന്റിഫൈ ചെയ്യുക, അതിന്റെ ഇഫക്റ്റ് നമ്മളുടെ ആ ഒരു ഹെൽത്തിൽ എത്രത്തോളം ഇഫക്റ്റ് ഉണ്ടെന്നുള്ളത് പറയുന്നത് ഏത് മെത്തേഡിലൂടെയാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. അതായത് ഒരു നമ്മളൊരു വർക്ക് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആ വർക്കിനകത്ത് എത്രത്തോളം ഹസാർഡ് പോസിബിൾ ആണ്, ആ ഹസാർഡ്സ് കാരണം എത്രത്തോളം നമ്മളുടെ ആ ഒരു ഹെൽത്തിൽ, ആ വർക്കറിന്റെ ഹെൽത്തിൽ എത്രത്തോളം എഫക്ട് ചെയ്യുന്നു എന്നുള്ളത് പഠിക്കുന്ന ആ ഒരു മെത്തേഡ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ആന്റിസിപ്പേഷൻ, ഓപ്ഷൻ ബി റെക്കഗ്നിഷൻ, ഓപ്ഷൻ സി ഇവാലുവേഷൻ, ഓപ്ഷൻ ഡി കൺട്രോളിംഗ്. ഏതായിരിക്കും? ഒന്ന് ഗസ് ചെയ്ത് നോക്കേ. ആന്റിസിപ്പേഷൻ. റൈറ്റ് ആൻസർ ആണ്. ആന്റിസിപ്പേഷൻ തന്നെയാണ്. ഓക്കെ, അപ്പൊ അതൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഓക്യുപ്പേഷണൽ പറഞ്ഞോളൂ. ഡൗട്ട് ആണോ? ഓക്കെ, ഫൈൻ. അപ്പോൾ ശ്രദ്ധിക്കുക, ഒക്യുപ്പേഷണൽ ഹൈജീൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഹൈജീനുമായി ബന്ധപ്പെട്ട് നമ്മൾ 4 പോയിന്റുകൾ അല്ലെങ്കിൽ മെത്തേഡ്സ് ഒന്നും പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓരോ പോയിന്റ് ഒന്ന് മനസ്സിലാക്കിയ ആന്റിസിപ്പേഷൻ അല്ലെങ്കിൽ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയാറുണ്ട്, റെക്കഗ്നിഷൻ അല്ലെങ്കിൽ അക്സെപ്റ്റൻസ് എന്ന് പറയാറുണ്ട്, ഇവാലുവേഷൻ ഉണ്ട്,
കൺട്രോളിംഗ് ഉണ്ട്. അപ്പൊ ഈ 4 സ്റ്റെപ്പുകളാണ് മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ആദ്യത്തേതാണ് എന്താണ് മെത്തേഡ്സ് ഓഫ് ഇതേപോലെ സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. മെത്തേഡ്സ് ഓഫ് ഐഡന്റിഫിക്കേഷൻ ഓഫ് പോസിബിൾ ഹസാർഡ്സ് ആൻഡ് ദെയർ ഇഫക്റ്റ് ഓൺ ഹെൽത്ത് എന്നുള്ളത് എന്തിന്റെ അണ്ടറിൽ വരും? ആന്റിസിപ്പേഷൻ ആണ്, അല്ലെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്തു, ഐഡന്റിഫിക്കേഷൻ ആണ്. രണ്ടാമത് റെക്കഗ്നിഷൻ ആണ്, റെക്കഗ്നിഷൻ അല്ലെങ്കിൽ അക്സെപ്റ്റൻസ്. സോ അക്സെപ്റ്റൻസ് ഓഫ് ഇൽ ഇഫക്റ്റ് ഓഫ് ദ ഐഡന്റിഫൈഡ് ഹസാർഡ്സ്, ആ ഒരു ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ഹസാർഡ്സിന്റെ ഇൽ ഇഫക്ട്സ് അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തത്. മൂന്നാമതെന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുക, അല്ലെ? മെഷർമെന്റ് ആൻഡ് അസസ്മെന്റ് ആണ്, ഇവാലുവേഷൻ ആണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് മെഷറിംഗ് ഓർ കാൽക്കുലേറ്റിംഗ് ദ ഹസാർഡ് ബൈ ഇൻസ്ട്രുമെന്റ്. എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടൊക്കെ നമ്മൾ അതിന്റെ ഒരു ഹസാർഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, മെഷർ ചെയ്യുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ എയർ സാമ്പിളിംഗ് അല്ലെങ്കിൽ അനാലിസിസ്, കമ്പാരിസൺ വിത്ത് സ്റ്റാൻഡേർഡ്സ്, ടേക്കിംഗ് ജഡ്ജ്മെന്റ് വെദർ മെഷേർഡ് ഓർ കാൽക്കുലേറ്റഡ് ഹസാർഡ് ഈസ് മോർ ഓർ ലെസ്, അല്ലെ? ഇപ്പോൾ ചിലപ്പോൾ ചില എന്താണ് നോംസ് വെച്ചിട്ടുണ്ടോ, അപ്പൊ ആ നോംസിന് മുകളിൽ പോയി കഴിഞ്ഞാൽ അത് ഇഷ്യൂസ് ആയിരിക്കും, നോംസിന് താഴെയാണെന്നുണ്ടെങ്കിൽ അത് കൺട്രോളബിൾ ആണ്. അപ്പൊ അത്തരത്തിലുള്ള രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മെഷർമെന്റ് ചെയ്യുക, അല്ലെങ്കിൽ അസസ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ് കോൺസെപ്റ്റ്. ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. സോ കൺട്രോൾ വർക്ക് പ്ലേസ് ഹസാർഡ്, അല്ലെ? ആ ഒരു വർക്ക് പ്ലേസിലുള്ള ഹസാർഡ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് കൺട്രോളിനകത്ത് വരുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മുടെ PPE, അല്ലെ? അപ്പോൾ PPE എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഇൻഡസ്ട്രിയൽ ഒക്യുപ്പേഷണൽ ഹൈജീനകത്ത് ഏതിനകത്ത് വരുന്നു? അപ്പൊ കൺട്രോൾ ഓഫ് വർക്ക് പ്ലേസ് ഹസാർഡ് ആണ്. അപ്പൊ മെഷേഴ്സ് ലൈക്ക് എഞ്ചിനീയറിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾസ്, മെഡിക്കൽ എക്സാമിനേഷൻസ്, യൂസ് ഓഫ് PPEs, എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് സൂപ്പർവിഷൻ, അല്ലെ? ഇത്തരത്തിൽ ട്രെയിനിങ് കൊടുക്കുക, അല്ലെങ്കിൽ PPE കൊടുക്കുക, അല്ലെങ്കിൽ എന്താണ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾസ് അവിടെ എടുക്കുക, മെഷേഴ്സ് അവിടെ എടുക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ വരുന്നുണ്ടാവുക. അപ്പൊ ഈ തരത്തിൽ 4 പോയിന്റുകൾ ഉണ്ടോ ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്. സോ ചോദിച്ചൊന്നും കണ്ടിട്ടില്ല എങ്കിൽ തന്നെയും ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, ഫൈൻ. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ദ ഫാക്ടറീസ് ആക്ട് 1948. അപ്പൊ അവിടുത്തെ ക്വസ്റ്റിനകത്ത് തന്നെ നമുക്ക് പഠിക്കേണ്ട ഒരു സാധനമാണിത്. ഫാക്ടറി ആക്ട് എന്നാണ് 1948 എന്ന് ഓർത്തിരിക്കാം. ഫാക്ടറി ആക്ട് 1948 ആൻഡ് സെവറൽ അതർ ലേബർ ലെജിസ്ലേഷൻസ് 1996 ഹാവ് പ്രൊവിഷൻ ഫോർ ഇഫക്റ്റീവ് യൂസ് ഓഫ് അപ്രോപ്രിയേറ്റ് ടൈപ്സ് ഓഫ് ഡാഷ്. നമ്മുടെ ഫാക്ടറി ആക്ട് പ്രകാരം, ഫാക്ടറി ആക്ട് എന്നാണ് 1948 ഓർത്തിരിക്കാം. ഫാക്ടറി ആക്ട് 1948 ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഫാക്ടറി ആക്ട് എന്ന് പറയുന്നത് 1948 ആണ്. കഴിഞ്ഞ എക്സാമിന് നമ്മളുടെ ഒരു ഇയർ ചോദിച്ചിരുന്നു. അപ്പൊ ഇയർ ഒന്ന് ഓർത്തിരിക്കാം, 1948 ആണ് ഫാക്ടറി ആക്ട് എന്ന് പറയുന്നത്. സെവറൽ അതർ ലേബർ ലെജിസ്ലേഷൻ 1996 പ്രകാരം എന്താണ് ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് ഫോർ ഇഫക്റ്റീവ് യൂസ് ഓഫ് അപ്രോപ്രിയേറ്റ് ടൈപ്സ് ഓഫ് ഡാഷ്. ഓപ്ഷൻ എ പറയുന്നത് പറഞ്ഞോളൂ. Option C. സംശയമൊന്നുമില്ല, റൈറ്റ് ആൻസർ ആണ്. ഓപ്ഷൻ സി തന്നെയാണ്, PPE ആണ്, അല്ലെ? അപ്പൊ PPEയുടെ അപ്പൊ നമുക്ക് നമ്മുടെ സിലബസിൽ PPE പറയുന്നുണ്ട്. അപ്പൊ PPEയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണിത്. അപ്പൊ ഫാക്ടറി ആക്ട് 1948 എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കാം. അതുപോലെ തന്നെ സെവറൽ അതർ ലേബർ ലെജിസ്ലേഷൻസ് 1996 പ്രകാരം കുറെ പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇഫക്റ്റീവ് യൂസ് ഓഫ് അപ്രോപ്രിയേറ്റ് ടൈപ്സ് ഓഫ് PPE, അല്ലെ? പലതരത്തിലുള്ള ടൈപ്പ് ഓഫ് PPE നമ്മൾ യൂസ് ചെയ്യാനുള്ള ആ ഒരു നിർദ്ദേശം കൊടുക്കുന്ന ഏത് ആക്ട് പ്രകാരം? അത് ഫാക്ടറി ആക്ട് 1948 അണ്ടറിൽ വരുന്നു എന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പോൾ ആ ഒരു ടൈപ്പ് ഏതൊക്കെയാണ്? PPE ടൈപ്പുകളാണ് അവിടെ പ്രൊവിഷൻ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് കൂടി ഒന്ന് ഓർത്തിരിക്കാം. സോ ഇവിടെ ഉത്തരം വരുന്നത് എന്താ? ദാറ്റ് ഈസ് ഓപ്ഷൻ സി, PPE ആണെന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ ആണല്ലോ? ഫൈൻ. മറ്റൊരു ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ടോക്സിക് മേ കോസ് ഫോർ ലങ് ക്യാൻസർ? ലങ് ക്യാൻസർ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ടോക്സിക് മെറ്റീരിയൽ ഏതാണ്? ആസ്ബറ്റോസ്. റൈറ്റ് ആൻസർ ആണ്, അല്ലെ? ആസ്ബറ്റോസ്. നമ്മൾ ആസ്ബറ്റോസ് വെച്ച് നമ്മൾ ആസ്ബറ്റോസ് സിമന്റ് പൈപ്പ് നമ്മൾ പഠിക്കുന്നുണ്ട്. ആസ്ബറ്റോസ് സിമന്റ് പൈപ്പ്, അല്ലെ? ഓർക്കുന്നുണ്ടല്ലോ എല്ലാവരും. അപ്പൊ അതിന്റെ പ്രത്യേകത, അത് ബാൻഡ് ഇൻ സെവറൽ കൺട്രീസ്, അല്ലെ? അത് ബാൻ ചെയ്തിട്ടുണ്ട്, പല രാജ്യങ്ങളിൽ അത് ബാൻ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? വിത്ത് ഹെൽത്ത് ഇഷ്യൂസ്, അല്ലെ? ഹെൽത്ത് ഇഷ്യൂസ് കാരണം പല രാജ്യങ്ങളിലും ആസ്ബറ്റോസ് സിമന്റ് ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് അവിടെ ആസ്ബറ്റോസ് എന്ന് പറയുന്നത് എന്തിന് കാരണമാകുന്നു? ലങ് ക്യാൻസറിന് കാരണമാകുന്നു, അല്ലെ? ക്യാൻസറിന് കാരണമാകുന്നു. അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രശ്നം. സോ ഇവിടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി, ആസ്ബറ്റോസ് ആണെന്നുള്ളത് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോസ് ഓഫ് ആക്സിഡന്റ്? ആക്സിഡന്റിന്റെ കാരണമല്ലാത്തത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ, അൺഅവയർനെസ്. ഓപ്ഷൻ ബി, നെഗ്ലിജൻസ്. ഓപ്ഷൻ സി, അൺടൈഡി കണ്ടീഷൻ ഓഫ് വർക്ക് പ്ലേസ്. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദി അബോവ്. റൈറ്റ് ആൻസർ ആണ്, നൺ ഓഫ് ദി അബോവ്. അതെല്ലാം എന്ത് തന്നെയാണ്? കോസ് ആണെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്, അല്ലെ? അൺഅവയർനെസ് നമുക്ക്
അറിവില്ലായ്മ ഒരു പ്രശ്നമാണ്. നെഗ്ലിജൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് പ്രോപ്പറായിട്ട് അത് കൺസിഡർ ചെയ്യത്തില്ല അല്ലെ, നമ്മൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും നമുക്ക് ആക്സിഡന്റ് വരാറുണ്ട് അല്ലെ, നമ്മൾ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ അത്രയും ഗൗരവമായിട്ട് എടുക്കുന്നുണ്ടാവില്ല കാര്യങ്ങൾ. ദെൻ അൺടൈഡി കണ്ടീഷൻ ഓഫ് വർക്ക് പ്ലേസസ് അല്ലെ, വർക്ക് പ്ലേസിന്റെ പ്രോപ്പറായിട്ട് നമ്മൾ വർക്ക് പ്ലേസ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഷൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഫൈവേഴ്സിനകത്ത് സീസോ എന്ന് പറയുന്നതാണ് ഷൈൻ. അപ്പൊ ആ ഷൈൻ എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മളുടെ ആ ഒരു വർക്ക് പ്ലേസ് വെക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഫലമായിട്ട് നമുക്ക് എന്ത് കുറയ്ക്കാം? ആക്സിഡൻസ് കുറയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പ്രൊഡക്ടിവിറ്റി ഒക്കെ കൂട്ടാൻ പറ്റും. സോ അതൊക്കെ ഇത്തരത്തില് കോസ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. പക്ഷെ ഇവിടെ നോട്ട് എ കോസ് എന്ന് പറയുമ്പോൾ നൺ ഓഫ് ദീസ് ആണ് അല്ലെ, ബാക്കിയെല്ലാം അതിന്റെ ഒരു കോസ് തന്നെയാണ് എന്നുള്ളത് നമുക്കറിയാം. സോ ഉത്തരം നൺ ഓഫ് ദി അബോവ് ആണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കോസ് ഫോർ ആക്സിഡന്റ്, നോർമലി ആക്സിഡന്റ് ഡു നോട്ട് ജസ്റ്റ് ഹാപ്പൻ, ദേ ആർ കോസ്ഡ് അല്ലെ. അപ്പൊ സാധാരണ പെട്ടെന്ന് തന്നെ ഹാപ്പൻ ചെയ്യുന്ന ഒരു ഇതാണോ? അല്ല, അതെന്താണ് കോസ്ഡ് ആണ് അല്ലെ. എന്തൊക്കെ കാരണമാണ്? അൺഅവയർനെസ് ഓഫ് ഡേഞ്ചർ അല്ലെ, ഡിസ്റിഗാർഡ്സ് ഓഫ് സേഫ്റ്റി ഫോളോ ചെയ്യുന്നുണ്ടാവില്ല, നെഗ്ലിജൻസ് ഉണ്ട്, lack of understanding of proper safety procedures, untidy condition of workplaces, inadequate light and ventilation, proper ആയിട്ട് ലൈറ്റ് ആൻഡ് വെന്റിലേഷൻ, ലൈറ്റും വെന്റിലേഷൻ കൊടുത്തില്ലാന്നെങ്കിൽ ഇവിടെ ആക്സിഡൻസ് ഉണ്ടാവാം. പ്രോപ്പർ യൂസ് ഓഫ് ടൂൾസ് അല്ലെ, പ്രോപ്പർ യൂസ് അല്ല എന്നുണ്ടെങ്കിൽ ടൂളുകളൊക്കെ കൃത്യമായിട്ട് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആക്സിഡൻസ് ഉണ്ടാവാം. അൺസേഫ് കണ്ടീഷൻസ് അല്ലെ, ഈ പറഞ്ഞ കണ്ടീഷൻസ് അൺസേഫ് ആയിട്ടുള്ളിടത്ത് നമ്മൾ ഇത്തരത്തിലുള്ള ആക്സിഡൻസ് പ്രതീക്ഷിക്കാം. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്ന പോയിന്റുകളാണ്, ഒരു ഐഡിയ വേണം. അപ്പോൾ ആക്സിഡൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യം, ദ റിസ്ക് ഓഫ് ഇലക്ട്രിക് ഷോക്ക് ഇൻ ദ വർക്ക് എൻവയൺമെന്റ് ക്യാൻ ബി കമ്മ്യൂണിക്കേറ്റഡ് വിത്ത് വർക്കേഴ്സ് ത്രൂ വിച്ച് ടൈപ്പ് ഓഫ് സൈൻ ബോർഡ്? അപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്നിടത്ത് ഇലക്ട്രിക് ഷോക്ക് അടിക്കാൻ പറഞ്ഞു ക്ലിയർ ആവുന്നില്ല, ഒന്നുകൂടെ പറഞ്ഞേ. വാർണിംഗ് സൈൻ അല്ലെ. ഓക്കെ ഫൈൻ, വാർണിംഗ് സൈൻ ആണ് റൈറ്റ് ആൻസർ ആണ്. വാർണിംഗ് സൈൻ ആണ് അല്ലെ, ഇത്തരത്തിൽ ഡേഞ്ചർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണാറുണ്ട് അല്ലെ, വാർണിംഗ് സൈൻ. സോ ഇലക്ട്രിക് ഷോക്ക്, ഇത്തരത്തിലുള്ള ഷോക്ക് അടിക്കുന്ന പോലെ ഒരു ചിത്രം വെച്ചിട്ട് നമ്മൾ സാധാരണ കാണാറുണ്ട് അല്ലെ. സോ റൈറ്റ് ആൻസർ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഉദ്ദേശിച്ചത് സൈൻ ബോർഡുമായി ബന്ധപ്പെട്ടാണ്. സൈൻസ് അല്ലെ, മാൻഡേറ്ററി സൈൻസ് ഉണ്ട്, ഇത്തരത്തില് മാൻഡേറ്ററി സൈൻസ് ഉണ്ട്, ദെൻ വാർണിംഗ് സൈൻസ്, ഇൻഫോർമേഷൻ സൈൻസ് ഉണ്ട്, ദെൻ പ്രൊഹിബിഷൻ സൈൻസ് ഉണ്ട് അല്ലെ. അപ്പം പ്രൊഹിബിഷൻ സൈൻസ് പറഞ്ഞാൽ ഇത്തരത്തിൽ പോകരുത് അല്ലെ, പ്രൊഹിബിറ്റഡ് ആണെന്നുള്ളതാണ്. ഓക്കെ ഫൈൻ. അപ്പൊ ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു വാർണിംഗ് സൈൻ ആണ് അല്ലെ, റിസ്ക് ഓഫ് ഇലക്ട്രിക് ഷോക്ക് എന്ന് പറയുന്നത് വാർണിംഗ് സൈൻ തന്നെയാണ്. മറ്റൊരു ചോദ്യം, ദ ഷേപ്പ് ഓഫ് ആൻ ഇൻഫർമേഷൻ സൈൻ ഈസ് ഡാഷ്. നമുക്ക് സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാംഗിൾ അല്ലെങ്കിൽ സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാംഗിൾ തന്നെയാണ്. അപ്പൊ ഇവിടെ റെക്ടാംഗിൾ ഇല്ല, അപ്പൊ നമുക്ക് സ്ക്വയർ തന്നെ ചൂസ് ചെയ്യാം, സംശയമൊന്നും വേണ്ട. ഷേപ്പ് ഓഫ് ആൻ ഇൻഫർമേഷൻ സൈൻ എന്ന് പറയുന്നത് സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാംഗിൾ ആണ്.